ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും നോക്ക്. ശക്തി ശക്തി ശക്തി, അവളെയും കാണുന്നില്ലടാ. നോക്കടാ, ഇവരിത് എവിടെ പോയി തുറഞ്ഞടാ? ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ഇനി എന്റെ സഹായം വേണം തോന്നുന്നില്ല. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന അവനാ, പണത്തിനാവശ്യം അവനാ. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. നീ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്ക്. കാണാം. ഇനിയും പോയില്ലേ? ഏയ്, നിന്നോടാ ചോദിക്കുന്നത് കേൾക്കാതിരിക്കുന്നെന്താ? എനിക്ക് ആരുമില്ല. ആരുമില്ലെന്ന് വെച്ചാ? അച്ഛനമ്മ, ബോയ് ഫ്രണ്ട്? അതാ പറഞ്ഞു, എനിക്ക് ആരുമില്ല. നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് നീ പറഞ്ഞു കഴിഞ്ഞില്ലേ? എൻ്റെ കൂടെ വാ. നീയോ? വിട്. ഒരു മിനിറ്റ് പറയുന്നു കേക്ക്. എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? ഇതാ കാര്യമല്ല, വേറൊരു കാര്യമാണ്. പോകാനല്ലേ പറഞ്ഞത്? ഒരു ചെറിയ ഹെൽപ്പിനാ. ഇല്ല, പറ്റില്ല. പോവാൻ നോക്ക്. എനിക്ക് വേണ്ടിയല്ല, ഈ പെണ്ണിന് വേണ്ടിയാ. പ്ലീസ്. എന്തേലും കഴിക്കാൻ വേണോ? എന്തേലും കൊണ്ടുപോവാ. എനിക്കൊന്നും വേണ്ട, നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടന്നാ മതി. ദാ ആ റൂമിലേക്ക് പോകോ.
നിർത്തിക്കളഞ്ഞ് അറക്കടി. എന്താ എന്താ പറ്റിയേ? നിങ്ങൾക്ക് ചാവാൻ എന്റെ വീടേ കിട്ടിയുള്ളൂ. എന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞ എന്നെ ഒന്നും കൊല്ലും. മിണ്ടായിരിക്കടി. എന്നോടോ? എന്നെ തന്നെ ഇതെന്റെ വീടാ. കൊന്നുകളയും ഞാൻ. ഒരു 5 മിനിറ്റ് അവിടെ പോയിരിക്കെ. നിന്നെ ഞാൻ പിന്നീട് ഡീൽ ചെയ്യാം. എന്താ പുതിയൊരു നാടകം? ഇവിടെ വെച്ചല്ല, ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിലേ ആ കുടിൽ വെച്ച് ചെയ്യായിരുന്നില്ലേ? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നറിയാമോ? അറിയാം. നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ പറ്റിച്ചിട്ട് പോയതല്ലേ? നിന്റെ അമ്മ ചെറിയ വയസ്സിൽ തന്നെ മരിച്ചിട്ടും ഉണ്ടാവും. ബോയ് ഫ്രണ്ട് നിന്നെ ഉപയോഗിച്ചിട്ട് വിട്ടിട്ടും ഉണ്ടാവും. ഇതിൽ കൂടുതലെല്ലാം പറയാനുണ്ടോ? അതെ, എന്റെ അച്ഛൻ എന്നെ പറ്റിച്ചതാ. എന്റെ അമ്മ എന്റെ ചെറിയ പ്രായത്തിലെ മരിച്ചുപോയി. പക്ഷെ ഇതൊന്നും ഒരു കാരണമല്ല ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയതിന്. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. എന്റെ ചെറിയ പ്രായത്തിലെ അച്ഛൻ ദുബായിക്ക് പോയതാ. അപ്പോഴാ എന്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്ന് മരിച്ചു പോയത്. എന്റെ അച്ഛൻ വേറൊരാളുടെ കൂടെ കൂടിയത് കൊണ്ട് അച്ഛൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുമായിരുന്നു. എനിക്ക് അപ്പൊ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വരാൻ പറ്റില്ലെന്ന്. എനിക്ക് ഓഫീസില് ഒരുപാട് ജോലിയൊക്കെ ഉള്ളതാ. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന്. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് യാ? ഓ അതൊന്നും അല്ല, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. വൈ ഡോണ്ട് യു ഗെറ്റ് ഇറ്റ് യാർ? ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ. അതെ, എന്റെ ക്യാബ് വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓഫീസിലെത്താൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. യാ ഓക്കെ, എന്നാ ശരി വെച്ചു. നീ എന്നെ വിളിക്കണ്ട. ഞാനും ഇനി നിന്നെ വിളിക്കാൻ പോകുന്നില്ല. ഓക്കെ? വേഗം പോടാ. കരയിലെ മോളെ, കരയിലെ മോളെ. അയ്യോ അയ്യോ, എന്റെ പൊന്നു മോളല്ലേ, കരയല്ലേ? അയ്യോ അയ്യോ, കരയിലെന്നല്ലേ പറഞ്ഞ? എന്നെ വെറുതെ വിടണം സർ. എന്ത് വെറുതെ വിടണമെന്നോ? നിന്റെ ഫോട്ടോ ഒരുത്തന്നെ അയച്ചു തന്ന സമയം തൊട്ട് നിന്നെ ഇത്ര നാൾ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കിഡ്നാപ്പ് ചെയ്തതും പോരാ, നിന്നെ അത്ര പെട്ടെന്ന് വിട്ടുകളയെന്ന് വിചാരിച്ചോ? അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുമോ? പറയ, അങ്ങനെ പെട്ടെന്ന് വിടാൻ പറ്റുമോ? ആ പ്ലീസ് സർ, എന്നെ വെറുതെ വിട് സർ. പ്ലീസ് സർ, പ്ലീസ് എന്നെ വിട്. ബോസ്, നിന്റെ പേരെന്താ? പറയേ. സീത. സീത. മൈസെൽഫ് രാവണൻ. നന്നായിട്ടുണ്ടോ? എന്ത് ജോലിയാ ചെയ്യുന്നേ? സാലറി എത്രയാ? 30,000. 30,000? അത് മതിയോ നിനക്ക്? ഡാ,
നിന്റെ ചെലവ് എത്രയാടാ? 1,00,000 രൂപ. മനസ്സിലായ? 1 lakh. എൻ്റെ കൂടെ ജോലി ചെയ്യേ, ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാം. പ്ലീസ് സർ, എന്നെ വിട്. പ്ലീസ് എന്നെ വെറുതെ വിട്. എന്നെ വെറുതെ വിടണം സർ. എൻ്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞോടാ, എനിക്ക് 100% കമ്മിറ്റ്മെൻ്റ് ഉള്ളവരെ തന്നെ വേണം. കഷ്ടപ്പെട്ട് ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് വേണ്ട, ഇഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ മാത്രം മതി. കൺവിൻസ് ചെയ്യേ.